പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്നവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ നമുക്ക് ഈ ആഗമനകാലത്ത്. ബെത്ലഹേമിലെ പുൽക്കൂട് കേവലമൊരു തൊഴുത്തല്ലെന്നേ, ഭൂമിയിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് മുഴുവൻ എത്തിച്ചേരാവുന്ന ആശ്വാസകേഹമാണ്. ജീവിതയാത്രയിൽ പ്രത്യാശയുടെ നക്ഷത്ര വെളിച്ചം കൊണ്ടു നടക്കുന്നവർക്ക് ഒടുവിൽ എത്തിച്ചേരാവുന്ന ഈശ്വര സാക്ഷാത്കാരവുമാണത്. ഓർമ്മയില്ലേ, ഒരു നക്ഷത്രത്തോടൊപ്പം അനുയാത്ര ചെയ്ത് ബെത്ലഹേമിലെത്തിയ കിഴക്കിൻ്റെ ജ്ഞാനികൾ നാടും വീടും സർവ്വസമൃദ്ധിയും പിന്നിലുപേക്ഷിച്ച് ഒരുപാട് കാതം യാത്ര ചെയ്തവർ എത്തിയത് ഒരു പ്രതീക്ഷയുടെ വെട്ടത്തിലാണ്, നക്ഷത്രത്തിൻ്റെ പ്രകാശത്തിൽ. ലോകത്തിൻ്റെ രക്ഷനെ കാണൂ എന്നത് തന്നെയായിരുന്നു അവിടെ പ്രതീക്ഷ. നിശ്ചയമായും അവർ ആ ദിവ്യശിശുവിനെ പ്രതീക്ഷിച്ചത് രാജകൊട്ടാരത്തിലായിരുന്നു. അതുകൊണ്ടാണല്ലോ ഹെറോദസിൻ്റെ ഭവനത്തിലെ അവൻ ആദ്യം തിരഞ്ഞത്. എന്നാൽ ആ പ്രതീക്ഷകൾ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. കാരണം ഒടുവിലവർ എത്തിച്ചേർന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു കാലത്തൊഴുത്തില്ല. ശുഭസങ്കല്പങ്ങൾ തകർന്നു വീണു, പ്രതീക്ഷയില്ലാതായി. എന്നിട്ടും അവർ അവിടെ ദൈവത്തിനെ കണ്ടെത്തുന്നുണ്ട്, ആരാധിക്കുകയും കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രതീക്ഷകൾ തകർന്നു വീഴുമ്പോൾ എങ്ങനെ അതിനതിജീവിക്കണമെന്നറിയാൻ ജോസഫ് എന്ന തച്ചനെയും ധ്യാനിക്കുക. തന്നോട് വിവാഹം നിശ്ചയം ചെയ്ത മേരി ഗർഭവതിയാണെന്നറിഞ്ഞപ്പോൾ ഉലഞ്ഞുപോയവനാണവൻ. എന്നിട്ടും നിരാശപൂർണമായ അവൻ്റെ സ്വപ്നത്തെ ദൈവിക സ്വരം അവൻ കേൾക്കുന്നുണ്ട്. അങ്ങനെ ദൈവപുത്രൻ്റെ വളർത്തച്ഛനായവൻ മാറുന്നുമുണ്ട്. തൻ്റെ തകർന്ന പ്രതീക്ഷകൾക്ക് നടുവിൽ ദൈവത്തിൻ്റെ സ്വരം കേട്ടതുകൊണ്ടാണ് അവൻ യേശുവിൻ്റെ വളർത്തച്ഛനായിട്ട് മാറിയതെന്ന് ഓർക്കണം. നിനക്കൊരു സ്വപ്ന തകർച്ചയുണ്ടാകുമ്പോൾ, പ്രതീക്ഷകൾ നിനക്ക് കൈവിട്ടു പോകുമ്പോൾ അവിടെ ദൈവസാന്നിധ്യത്തെ കണ്ടെത്താൻ മനസ്സുണ്ടോ എങ്കിൽ നീ അവിടുത്തെ കരങ്ങളൊരു ഉപകരണമായി മാറുമെന്നേ. ആകയാൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്നവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം നമുക്ക്.